ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് മുരിങ്ങയില കൊണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. കണ്ടല്ലോ, ഇതേപോലെ നല്ലൊരു അടിപൊളി ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയാലോ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ചോറും ഈ ഒരു ചമ്മന്തിപ്പൊടി മാത്രം മതി കേട്ടോ. ചോറിന് മാത്രമല്ല കേട്ടോ, നമുക്ക് നല്ല ദോശയൊക്കെ ചുട്ട് അതിനോടൊപ്പം ഈ ചമ്മന്തിപ്പൊടിയും കുറച്ച് എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. അതും കൂടെ ഒഴിച്ച് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഈ ചമ്മന്തിപ്പൊടിയും വെച്ച് കുറച്ച് തീയലാണ് കേട്ടോ. അതും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലോണം വിരകി അങ്ങ് കഴിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ചോറിനോടൊപ്പം ഈ ഒരു ചമ്മന്തിപ്പൊടി മാത്രം മതി കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു രസവും കൂടെ ഉണ്ടെങ്കിൽ രസവും ചോറും ഈ ചമ്മന്തിപ്പൊടിയും സൂപ്പറാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഇത്ര എണ്ണ മാത്രമേ ഇതിലോട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എരിവിനനുസരിച്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു 4ഓ 5ഓ എടുക്കാം കേട്ടോ. ഞാൻ കുട്ടികളൊക്കെ കഴിക്കുന്നതായതുകൊണ്ട് ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് ഒരു 4ഓ 5ഓ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാമേ. അതും കൂടെ നല്ലോണം ഒന്ന് വറുത്തെടുത്ത് നമുക്കതും ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ തേങ്ങ കൊണ്ടൊക്കെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാറുണ്ടല്ലോ അല്ലേ? പക്ഷെ അതിൽ നിന്നൊക്കെ എളുപ്പമാണ് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. വളരെ ഈസിയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം കേട്ടോ. നമ്മൾ തേങ്ങ കൊണ്ടൊക്കെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുമ്പോൾ അത്രയും സമയം വേണമല്ലേ? പക്ഷെ ഈ ചമ്മന്തിപ്പൊടി നമുക്ക് ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാമേ. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുക്കാത്ത കപ്പലണ്ടിയാണ് കേട്ടോ. അത് ഇട്ട് കൊടുത്ത് അതും കൂടെ എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുത്തതിന് ശേഷം അത് നമുക്ക് ഇതിലോടൊപ്പം അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ കപ്പലണ്ടിയും കൂടെ വറുത്ത് കോരിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ ഘടകമായിട്ടുള്ള മുരിങ്ങയില ഇട്ട് കൊടുക്കാം കേട്ടോ. മുരിങ്ങയിലയൊക്കെ അളവൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് എടുക്കാമേ. അപ്പോൾ ഞാൻ ഇവിടെ അത്യാവശ്യം മുരിങ്ങയില എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നമ്മുടെ മുരിങ്ങയിലയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻഗ്രീഡിയൻസിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാകുകയെ. ഞാൻ പറഞ്ഞല്ലോ, എരിവിനനുസരിച്ച് നമുക്ക് 4ഓ 5ഓ വറ്റൽമുളക് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ മുരിങ്ങയില ഇട്ട് കൊടുത്ത് നമുക്കത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അത് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വറുത്തെടുക്കണേ. കൈ വിടാതെ ഒന്ന് ഇളക്കി തന്നെ വറുത്തെടുക്കണം കേട്ടോ. കണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നേരടി നോക്കുമ്പോഴത്തേക്കും അത് പൊടിഞ്ഞ് വരണം കേട്ടോ. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ മുരിങ്ങയില ഒന്ന് വറുത്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. തീ മീഡിയം ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണേ. ഇളക്കി കൊടുത്ത് വറുത്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് വറ്റൽമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കപ്പലണ്ടിയും നമ്മൾ വറുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയില വറുത്തത് അത് നമുക്ക് ഇതിലോട്ടങ്ങ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാമേ. അപ്പോൾ മുരിങ്ങയില മുഴുവനായിട്ട് അതിലോട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയം തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കാമേ. നല്ല പൊടിഞ്ഞ് കിട്ടണം കേട്ടോ. ആ ഒരു പരുവത്തിൽ നമുക്കിതങ്ങ് അരച്ചെടുക്കാം കേട്ടോ. അധികം എണ്ണയൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ആദ്യം നമ്മൾ ഉപയോഗിച്ച ആ 1 ടീസ്പൂൺ എണ്ണ മാത്രമേ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അതും ഓപ്ഷനിലാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത് നമുക്ക് വേണമെങ്കിൽ പൊടിച്ചെടുക്കാമേ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് പൊടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് കേട്ടോ. കണ്ടല്ലോ, മുരിങ്ങയിലെല്ലാം നല്ലോണം പൊടിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ മുരിങ്ങയില കൊണ്ട് കറിയും തോരനും ഒക്കെ തയ്യാറാക്കാറുണ്ടല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കും. സൂപ്പറാണ് കേട്ടോ. നമുക്കിത് ഒരു ദിവസം നമുക്ക് കഴിക്കാം. പിറ്റേ ദിവസമൊക്കെ നമുക്കിത് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ചോറിനോടൊപ്പം ദോശയോടൊപ്പം ഒക്കെ നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ളൊരു അടിപൊളി കറിയാണ്. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ.
ഇതാ കണ്ടല്ലോ വളരെ ഈസി അല്ലേ. ഞാൻ അതേപോലെ ചോറിനോടൊപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ പറഞ്ഞല്ലോ ചമ്മന്തി, നമ്മൾ തേങ്ങ കൊണ്ടൊക്കെ ചമ്മന്തി തയ്യാറാക്കാറുണ്ടല്ലോ, പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി മുരിങ്ങയില ചമ്മന്തിയാണ്, ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. ഇതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പീസാണ് കേട്ടോ എൻ്റെ ചാനലിൽ ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മസ്റ്റായിട്ടും ഒന്ന് കയറിക്കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്